ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ 6ാം ക്ലാസ് CBSE ബയോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്. യൂണിവേഴ്സിറ്റിയിലെ ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ, ഒരു 3 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ആ 3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഒട്ട് സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് എ ക്ലൈംബർ ആൻഡ് പ്രൊവൈഡ് സം എക്സാമ്പിൾസ്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലൈംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? വള്ളിച്ചെടികളാണ്. ഒരു സപ്പോർട്ടിൽ ചുറ്റിപ്പണഞ്ഞുകൊണ്ട് വളർന്ന് വരുന്ന ചെടികളെയാണ് നമ്മൾ ക്ലൈംബർ എന്ന് പറയാം, അല്ലെ? ഈ ക്ലൈംബറിന്റെ പ്രത്യേകത, അവരുടെ സ്റ്റെമ്മ് വീക്ക് സ്റ്റെം ആയിരിക്കും, അല്ലെ? അവരുടെ സ്റ്റെമ്മിന് അത്രത്തോളം കട്ടി ഉണ്ടാവത്തില്ല. സ്വമേധയാ സെൽഫായി അവർക്ക് ഇറക്റ്റായി നിൽക്കാൻ സാധിക്കാത്ത പ്ലാന്റ്സ് ആണ് ക്ലൈംബേഴ്സ്. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇതിന്റെ ആൻസറും. ക്ലൈംബർ എന്താണ്? ദേ ആർ പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെം ദാറ്റ് റിക്വയർ സപ്പോർട്ട്. അപ്പൊ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇവർക്ക് അനിവാര്യമാണ്. സോ നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ നമുക്കിവിടെ എന്ത് കാണാം? ഒരു സപ്പോർട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാം. സോ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. സോ കൃത്യമായി മനസ്സിലാക്കുക, ഇവർക്ക് സ്വന്തമായി അപ്രൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ല. വീക്ക് സ്റ്റെം ആയതുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. സോ അതാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ: ഗ്രേപ്പ് വൈൻ, മണി പ്ലാന്റ്. ഗ്രേപ്പ് വൈൻ, മണി പ്ലാന്റ് ആണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് അഡാപ്റ്റേഷൻസ് ഡു ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെസേർട്ട് പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് കാക്ടസ് ആണ്, ഇവിടെ കാണാം കാക്ടസ് ആണ്. അപ്പൊ കാക്ടസ് പോലുള്ള കള്ളിമുൾ ചെടി ഡെസേർട്ടിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ ഡെസേർട്ടിൽ മറ്റു പ്ലാന്റ്സുകളൊന്നും തന്നെ കാണപ്പെടുന്നുമില്ല. ബ്രോഡർ ലീഫ് ഉള്ള പ്ലാന്റുകളൊന്നും തന്നെ കാണപ്പെടുന്നുമില്ല. അപ്പൊ ഡെസേർട്ടിൽ കാണപ്പെടുന്ന കള്ളിമുൾ ചെടി അഥവാ കാക്ടസ് പോലുള്ള ചെടികളുടെ അഡാപ്റ്റേഷൻ എന്താണ്? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡെസേർട്ട് എന്ന് പറയുന്ന സ്ഥലം സാധാരണ സ്ഥലം പോലെയല്ല. അവിടെ ഹോട്ട് ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ് ഉള്ളത്. അവിടുത്തെ ക്ലൈമാറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ക്ലൈമാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ സ്കാർസ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. അപ്പൊ വെള്ളം ചെടികൾ നഷ്ടപ്പെടുത്തുന്നത് മാക്സിമം കുറവായിരിക്കും അവിടെ. നമുക്കറിയാം, ചെടികളിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ചെടികളുടെ ഇലകളിൽ നിന്ന് വാട്ടർ വേപ്പർ ഫോമിൽ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രോഡർ ലീഫ് ആയി കഴിഞ്ഞാൽ ട്രാൻസ്പിരേഷൻ എന്നൊരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഡെസേർട്ട് പ്ലാന്റ്സിന്റെ കേസിൽ അവർക്ക് വളരെ ഇലകൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഇലകളായിരിക്കും, അല്ലെങ്കിൽ അത് സ്പൈൻസ് ആണ്, മോഡിഫൈഡ് ടു സ്പൈൻസ്, മുള്ളുകളായി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇലകൾ ഈ മുള്ളുകളായി മാറുമ്പോഴുള്ള അഡ്വാൻറ്റേജ്, അവിടെ സർഫസ് ഏരിയ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ നഷ്ടം, ട്രാൻസ്പിരേഷൻ വഴി ഈ വെള്ളത്തിന്റെ നഷ്ടം, ഈർപ്പത്തിന്റെ നഷ്ടം അതെന്ത് ചെയ്യുന്നു? കുറയും. സോ അങ്ങനെ വെള്ളം ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിന്റെ ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. മെനി ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് ടൈനി ലീവ്സ് ഓർ സ്പൈൻ വിച്ച് ഹെൽപ്പ് മിനിമൈസ് വാട്ടർ ലോസ് ബൈ റെഡ്യൂസിംഗ് ദ സർഫസ് ഏരിയ എക്സ്പോസ്ഡ് ടു ദ സൺ, ദസ് കൺസർവിംഗ് മോയ്സ്ചർ. അങ്ങനെ മോയ്സ്ചറിനെ അല്ലെങ്കിൽ ആ ഈർപ്പത്തെ, വാട്ടറിനെ കൺസർവ് ചെയ്യുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഡിസ്റ്റിങ്വിഷസ് എ shrub ഫ്രം എ ട്രീ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ shrub എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളാണ്. നമ്മുടെ തുളസി പോലുള്ള ചെടിയാണ്. അധികം ഉയരത്തിലൊന്നും വളരത്തില്ല, എന്നാൽ ഉടിയായിട്ടുള്ള ഹാർഡ് സ്റ്റെം അവർക്കുണ്ട് താൻ. ഓക്കെ. ഇനി ഇതിലും മറ്റൊരു കാറ്റഗറിയാണ് ഹെർബ് എന്ന് പറയുന്നത്. അത് പുൽച്ചെടികളാണ് ഹെർബ് എന്ന് പറയാ. ഹെർബിന് ഗ്രീനർ സ്റ്റെം ആയിരിക്കും ഉണ്ടാവുക, വീക്ക് സ്റ്റെം ആണ്. ഷ്രബിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എന്താണ്, വുഡിയ സ്റ്റെം ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് ഷ്രബ് എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ തുളസി നിങ്ങൾ കൺസിഡർ ചെയ്താൽ തന്നെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അവരുടെ സ്റ്റെമ്മിന് ഹാർഡ് സ്റ്റെം ആയിരിക്കും. ഓക്കെ. പക്ഷെ നമ്മുടെ ട്രീസിനെ പോലെ വലിയ ട്രങ്ക് ഒന്നും ഉണ്ടാവില്ല, നേർത്ത തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ്, ബട്ട് ഹാർഡ് സ്റ്റെം ആയിരിക്കും ഉണ്ടാവുക. ട്രീസിന്റെ കേസിലേക്ക് വരുമ്പോൾ വളരെ വലിയ ഒരു ട്രങ്ക് സ്റ്റെമ്മ് കാണപ്പെടുന്നു. അതിലാണ് ബാക്കിയുള്ള ബ്രാഞ്ചസുകളൊക്കെ ഉള്ളത്. കുറച്ച് വലിപ്പം കൂടിയതായിരിക്കും ട്രീസ് എന്ന് പറയുന്നത്. Shrub have multiple branches that grow from the base and possess thin hard stem. In contrast, trees have a single trunk
that support thicker woody branches. Clear? സോ ഈ 3 ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചില്ലേ? പരീക്ഷയിൽ ചോദിക്കുമ്പോഴും നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റുമെന്ന് തന്നെ സാറ് വിചാരിക്കുന്നു. നിങ്ങൾ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു അവസരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇതിലും ഏറെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.